ഹോസ്പിറ്റൽ വിസിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഉച്ചര. വിശപ്പിൻ്റെ വിളികൾ വന്നു തുടങ്ങിയപ്പോൾ നേരെ പോളയത്തോടേക്ക് വെച്ച് പിടിച്ചു ആസിഫെ ബിരിയാണി കഴിക്കാനായിട്ട്. അവിടെ ചെന്നപ്പോഴാണ് അറിയണത് ആസിഫെ ബിരിയാണി അവിടെ ഇപ്പോൾ ഇല്ല, പൂട്ടിപ്പോയെന്ന്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞ് തൊട്ടടുത്ത് 90 രൂപയ്ക്ക് ഊണ് കിട്ടുന്ന കടയുണ്ട്, അങ്ങോട്ട് വെച്ച് പിടിച്ചോളാം. അങ്ങനെ അങ്ങോട്ട് വെച്ച് പിടിച്ചപ്പോഴത്തേക്ക് സംഭവം ശരിയാണ്. 90 രൂപയ്ക്ക് നമ്മുടെ വാഴയിലയിൽ ഊണൊക്കെ വിളമ്പി തരുന്നൊരു സ്ഥലമുണ്ട്. അത് നമ്മുടെ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ പോളയത്തോട് തന്നെയുള്ള ആ പെട്രോൾ പമ്പിൻ്റെ സൈഡിൽ കൂടെ അകത്തോട്ട് കിടക്കുന്ന വഴിയിലാണ് കേട്ടോ. എൻ്റെ കൂടെ മാങ്ങാച്ചാർ, പച്ചടി, തോരൻ, തീയൽ എന്നീ സാധനങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും അത്യാവശ്യം നല്ല രുചിയുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല തിക്കായിട്ടുള്ള പച്ചടി കാണുമ്പം തന്നെ അറിയാം നമുക്ക്. അതിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് കറിയും പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ വറുത്തരച്ച മീൻകറിയുടെ ചാറും ഉണ്ടായിരുന്നു. അതല്ലാണ്ട് സാമ്പാർ, പുളിശ്ശേരി, പരിപ്പ് എല്ലാ പരിപാടികളും പരിപ്പില്ല കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ അല്ല കരിമീൻ ഫ്രൈയും നെത്തോലി ഫ്രൈയും മേടിച്ചു. ഈ ഇല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഞാൻ ഫുള്ള് വടിച്ച് നോക്കി കഴിച്ചിട്ടാണ് എഡിറ്റത് കേട്ടോ. പിന്നെ ഞാൻ മാത്രമല്ല, സ്മൃതിയും സാധനങ്ങൾ ഫുള്ള് കഴിച്ചിട്ടുണ്ട്. അപ്പം അവൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത്യാവശ്യം ഫുഡ് കൊള്ളാമായിരുന്നു തന്നെയാണ്. നമുക്ക് സാധാരണ ഒരു ഹോട്ടലിൽ പോകുന്ന നേരത്തിൽ വെള്ളം ഒരുപാട് ചേർത്ത സാമ്പാറും കറികളും ഒക്കെ അല്ലേ കിട്ടുന്നത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കാൻ നേരത്ത് 90 രൂപയ്ക്ക് വറുത്ത് സാധനം. ബില്ല് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. 2 ഊണിന് 90 രൂപ വെച്ച് 180. മീനുകൾ നമ്മുടെ കരിമീനിന് 200, നമ്മുടെ നെത്തോലി പൊരിച്ചതിന് 60 രൂപ, മൊത്തത്തിൽ 440 രൂപ വറുത്ത സാധനം. അപ്പം ലൊക്കേഷൻ മറക്കണ്ട, നമ്മുടെ പോളയത്തോട് പെട്രോൾ പമ്പിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് കേട്ടോ.